ഹായ് മക്കളെ, നമസ്കാരം. വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന പാഠഭാഗം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുക്കുന്ന റിവിഷൻ സെക്ഷനിലേക്ക് മക്കൾക്ക് സ്വാഗതം. പാഠഭാഗത്തിന്റെ പേര് വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ. എന്തായിരുന്നു? ഇതൊരു സ്പോർട്സ് ഫീച്ചറാണ്. 1971 കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരിയിലാണ് കെ വിശ്വനാഥ് ജനിച്ചത്. മാതൃഭൂമിയിൽ ചീഫ് സബ് എഡിറ്റർ. ഇന്ത്യക്കകത്തും പുറത്തുമായി നടന്ന നിരവധി അന്തർദേശീയ കായിക മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, സാനിയ മിർസ, മഹേന്ദ്ര സിംഗ് ധോണി എന്നിവരുടെ ജീവചരിത്രങ്ങൾ ഉൾപ്പെടെ 10ഓളം സ്പോർട്സ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകളിലേക്ക് വരാം. പാഠസംഗ്രഹം എങ്ങനെയാണ്? സച്ചിൻ്റെ വിടവാങ്ങലാണ് നമ്മുടെ സ്പോർട്സ് ഫീച്ചറായിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, സത്യസന്ധമായും സുതാര്യമായും വാർത്തയെ അവതരിപ്പിക്കലാണ് മാധ്യമത്തിൻ്റെ ധർമ്മം. സത്യസന്ധമായും സുതാര്യമായും വാർത്തയെ അവതരിപ്പിക്കലാണ് ഒരു മാധ്യമത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. പത്രമാധ്യമത്തിലോ ദൃശ്യമാധ്യമത്തിലോ വാർത്തകൾക്ക് മാത്രമല്ല സ്ഥാനമുള്ളത്. വാർത്തകളെ കൂടാതെ ചിത്രങ്ങൾ, ലേഖനങ്ങൾ, കത്തുകൾ, അഭിമുഖങ്ങൾ, മുഖപ്രസംഗങ്ങൾ, പരസ്യങ്ങൾ, വിജ്ഞാന വിനോദ വാർത്തകൾ, കാർട്ടൂണുകൾ, ഫീച്ചറുകൾ തുടങ്ങി വ്യക്തിജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുമായും പത്രത്തിന് ബന്ധമുണ്ട്. കെ വിശ്വനാഥ് എഴുതിയ വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്നത് മാതൃഭൂമി സ്പോർട്സ് മാസികയിൽ പ്രസിദ്ധീകരിച്ച ഒരു ഫീച്ചറാണ്. സെറ്റാക്കിക്കൊള്ളുക. കെ വിശ്വനാഥ് എഴുതിയ വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്നത് മാതൃഭൂമി സ്പോർട്സ് മാസികയിൽ വന്ന ഒരു സ്പോർട്സ് ഫീച്ചറാണ്. കഥാരൂപത്തിലുള്ള ലേഖനങ്ങളെ ഫീച്ചർ എന്ന് പൊതുവായി വിളിക്കാം. എന്താണ് ഫീച്ചർ? കഥാരൂപത്തിലുള്ള ലേഖനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫീച്ചർ എന്ന് വിളിക്കുന്നത്. കഥാരൂപത്തിലുള്ള ലേഖനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫീച്ചർ എന്ന് വിളിക്കുന്നത്. സെറ്റാണല്ലോ. കഥാരൂപത്തിലുള്ള ലേഖനങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? ഫീച്ചർ എന്ന് വിളിക്കും. ഇനി ആർട്ടിക്കിൾ എന്ന് ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്. വാർത്താ പ്രാധാന്യമുള്ള ഒന്നിനെ കഥാരൂപത്തിൽ വൈകാരികമായി അവതരിപ്പിക്കലാണ് ഫീച്ചറിൻ്റെ രീതി. നല്ല വാർത്തക്ക് സാധ്യതയുള്ള ഒരു കാര്യത്തിനെ കഥ പറയുന്ന രൂപത്തിൽ, ആളുകളുടെ മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ വൈകാരികമായി അവതരിപ്പിക്കലാണ് ഫീച്ചറിൻ്റെ രീതി. വാർത്താ പ്രാധാന്യമുള്ള ഒന്നിനെ കഥാരൂപത്തിൽ വൈകാരികമായി അവതരിപ്പിക്കലാണ് ഫീച്ചറിൻ്റെ രീതി. സവിശേഷമായ പ്രയോഗങ്ങളും ശൈലിയും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. വാർത്തയേക്കാൾ ആസ്വാദനത്തിനാണ് ഫീച്ചറുകളിൽ പ്രാധാന്യം. സർഗാത്മക സാഹിത്യത്തിനോട് വളരെ അടുത്ത ബന്ധമാണ് ഫീച്ചറുകൾക്കുള്ളത്. ഫീച്ചറുകളുടെ പ്രത്യേകതകളൊന്ന് ഓർത്ത് വെച്ചേക്കുക. 2013 നവംബർ 16 ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്രിക്കറ്ററായ സച്ചിൻ ടെണ്ടുൽക്കർ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിടവാങ്ങുന്ന നിമിഷത്തിൻ്റെ വൈകാരിക അവതരണമാണ് വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന സ്പോർട്സ് ഫീച്ചറിൻ്റെ ഉള്ളടക്കം. ഈ ഫീച്ചറിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തത് വിടവാങ്ങൽ നിമിഷത്തിലെ വൈകാരിക മുഹൂർത്തങ്ങളെ അവതരിപ്പിക്കലും, രണ്ടാമത്തത് സച്ചിൻ്റെ ക്രിക്കറ്റ് ജീവിതത്തെക്കുറിച്ചുള്ള ലഘുവിവരണവും. സച്ചിൻ്റെ വിടവാങ്ങൽ മത്സരം കാണുന്നതിന് ആയിരക്കണക്കിന് ആരാധകരും ബന്ധുക്കളും എത്തിയിരുന്നു. എന്നാൽ ലോക ക്രിക്കറ്റ് ആരാധിക്കുന്ന ബ്രയൻ ലാറയുടെ സാന്നിധ്യം സവിശേഷമായിരുന്നുവെന്ന് ലേഖകൻ എടുത്തു പറയുന്നു. മറ്റൊരു കായിക താരത്തിനും ലഭിക്കാത്ത യാത്രയപ്പായിരുന്നു സച്ചിന് ലഭിച്ചത്. സഹകളിക്കാർ ഇരുവശത്തു നിന്നും ക്രിക്കറ്റിൻ്റെ ദൈവത്തിന് പാതയൊരുക്കി. അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ സമർപ്പിക്കപ്പെട്ടു. അതിൽ സവിശേഷമായ പുരസ്കാരം ശ്രീലങ്കൻ സർക്കാരിൻ്റെതായിരുന്നു. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മോശമായിരുന്ന സമയമായിരുന്നു. കലകളെപ്പോലെ കായിക മത്സരങ്ങളും മനുഷ്യൻ നിർമ്മിച്ച അതിരുകളെ മായ്ച്ചു കളയുന്നു. വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹം പ്രത്യക്ഷമായും പരോക്ഷമായും തൻ്റെ ക്രിക്കറ്റ് ജീവിതത്തെ പിന്തുണച്ചവർക്ക് നന്ദി പറയുന്നുണ്ട്. ആ നിമിഷത്തിൽ തന്നെയാണ് ഭാരതരത്നം സച്ചിന് സമ്മാനിച്ചുകൊണ്ടുള്ള സന്ദേശം എത്തുന്നത്. ഫീച്ചറിൻ്റെ 2ാം ഭാഗം അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കരിയറുമായി ബന്ധപ്പെട്ടതാണ്. 1989 നവംബർ 15 പാകിസ്ഥാനെതിരെ കളിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അദ്ദേഹം അരങ്ങേറിയത്. വിടവാങ്ങുമ്പോൾ മൊത്തം 34,357 റൺസ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു. 100 സെഞ്ചുറിയും 164 അർദ്ധ സെഞ്ചുറിയും. ക്രിക്കറ്റ് കളിച്ച് തനിക്ക് മതിയായിട്ടില്ല, പക്ഷേ ശരീരം ചില സിഗ്നലുകൾ നൽകി തുടങ്ങിയിരിക്കുന്നു എന്ന അഭിപ്രായം ക്രിക്കറ്റിനോടുള്ള ബന്ധത്തിൻ്റെ ആഴം സൂചിപ്പിക്കുന്നുണ്ട്. ഫീച്ചറുകൾ
വൈകാരികതയ്ക്ക് പ്രാധാന്യം നൽകുന്നു എന്നതിന് മികച്ച ഉദാഹരണമാണ് ഈ പാഠഭാഗം. സൂര്യൻ മറൈൻ ഡ്രൈവിനപ്പുറം കടലിലേക്ക് താഴ്ന്നു തുടങ്ങി, ഹൃദയത്തിൽ കൊത്തിവലിക്കുമ്പോഴും അത് സുഖമുള്ള അനുഭവമായിരുന്നു എന്നീ ഭാഗങ്ങൾ കവിതയോട് ഇണങ്ങി നിൽക്കുന്ന ഭാഗങ്ങളാണ്. വാർത്തയേക്കാൾ അവതരണത്തിലെ ഭംഗിയാണ് ഈ ഫീച്ചറിനെ വ്യത്യസ്തമാക്കുന്ന ഘടകം. എന്താണ്? വാർത്തയേക്കാൾ അവതരണത്തിലെ ഭംഗിയാണ് ഈ ഫീച്ചറിനെ വ്യത്യസ്തമാക്കുന്ന ഘടകം. കായിക താരങ്ങൾക്ക് സമൂഹത്തിലും ദേശീയതയിലുമുള്ള സ്വാധീനമാണ് ഈ ഫീച്ചറിന്റെ മറ്റൊരു പ്രത്യേകത. ദേശബോധം വളർത്തുന്നതിൽ ക്രിക്കറ്റ് എന്ന കായിക രൂപത്തിനും സച്ചിൻ എന്ന കായിക താരത്തിനുമുള്ള പ്രാധാന്യം വിശ്വനാഥ് എടുത്തു പറയുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ ചോദ്യം, സച്ചിന്റെ വിടവാങ്ങൽ വേളയിൽ ശ്രീലങ്കൻ സർക്കാർ സമർപ്പിച്ച പുരസ്കാരത്തിന്റെ പ്രാധാന്യം എന്തായിരുന്നു? ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നോക്കി വെക്കാം. സച്ചിന്റെ വിടവാങ്ങൽ വേളയിൽ ശ്രീലങ്കൻ സർക്കാർ സമർപ്പിച്ച പുരസ്കാരത്തിന്റെ സവിശേഷ പ്രാധാന്യം എന്തായിരുന്നു? ഒരു കായിക താരം സ്വന്തം രാജ്യത്തിന് മാത്രമല്ല അയൽ രാജ്യങ്ങൾക്കും എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്നാണ് ഈ പുരസ്കാരം തെളിയിച്ചത്. സച്ചിൻ എന്ന ഇതിഹാസം കേവലം ഒരു ഇന്ത്യൻ കളിക്കാരനല്ല, മറിച്ച് ലോക ക്രിക്കറ്റിന്റെ തന്നെ സ്വത്താണെന്ന അംഗീകാരമായിരുന്നു അതൊരു ഭാഗം. ആ സമയത്ത്, ഈ അവാർഡ് കൊടുക്കുന്ന സമയത്ത്, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ UN പ്രമേയങ്ങളെയും തമിഴ് വംശജരുടെ പ്രശ്നങ്ങളെയും ചൊല്ലി കടുത്ത നയതന്ത്ര അസ്വസ്ഥതകൾ നിലനിന്നിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വിദ്വേഷം നിലനിൽക്കുന്ന സമയം. ഇത്രയേറെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും സച്ചിനെ ആദരിക്കാൻ ശ്രീലങ്കൻ ഭരണകൂടം തയ്യാറായത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു കായിക നയതന്ത്ര പാലമായി വർത്തിച്ചു. അവർക്ക് തമ്മിലുള്ള പ്രശ്നങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ കാരണമായി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സൗഹൃദം കായിക രംഗത്തിലൂടെ ശക്തിപ്പെടുത്താൻ ഈ നീക്കം സഹായിച്ചു. ഒരു വിദേശ താരത്തിന് ഒരു രാജ്യം ഇത്രയും വലിയ ആദരം നൽകുന്നത് അപൂർവമാണ്. കളിക്കളത്തിൽ എതിരാളികളാണെങ്കിലും സച്ചിന്റെ മഹത്വത്തെയും അദ്ദേഹം ക്രിക്കറ്റിൽ നൽകിയ സംഭാവനകളെയും ശ്രീലങ്കൻ ഭരണകൂടം ആദരിച്ചു. സച്ചിന്റെ വിരമിക്കൽ സമയത്ത് ലങ്കൻ മന്ത്രി നേരിട്ടെത്തിയാണ് ആദരം അർപ്പിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. സെറ്റാണല്ലോ. ആ സമയത്ത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ UN പ്രമേയങ്ങളെയും തമിഴ് വംശജരുടെ പ്രശ്നങ്ങളെയും ചൊല്ലി കടുത്ത നയതന്ത്ര അസ്വസ്ഥതകൾ നിലനിന്നിരുന്നു. ഇത്രയേറെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും സച്ചിനെ ആദരിക്കാൻ ശ്രീലങ്കൻ ഭരണകൂടം തയ്യാറായത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു കായിക നയതന്ത്ര പാലമായി വർത്തിച്ചു. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സൗഹൃദം കായിക രംഗത്തിലൂടെ ശക്തിപ്പെടുത്താൻ ഈ നീക്കം സഹായിച്ചു. ഒരു വിദേശ താരത്തിന് ഒരു രാജ്യം ഇത്രയും വലിയ ആദരം നൽകുന്നത് അപൂർവമാണ്. കളിക്കളത്തിൽ എതിരാളികളാണെങ്കിലും സച്ചിന്റെ മഹത്വത്തെയും അദ്ദേഹം ക്രിക്കറ്റിന് നൽകിയ സംഭാവനകളെയും ശ്രീലങ്കൻ ഭരണകൂടം ആദരിച്ചു. സച്ചിന്റെ വിരമിക്കൽ സമയത്ത് ലങ്കൻ മന്ത്രി നേരിട്ടെത്തിയാണ് ആദരം അർപ്പിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിലും മാധ്യമങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പി സായിനാഥ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടതിന്റെ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. പി സായിനാഥിന്റെ നല്ലൊരു വരൾച്ചയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്ന പ്രവേശക പാഠത്തിലെ ഭാഗമാണ് പ്രസ്തുതം. പത്രപ്രവർത്തനം നിലവിൽ നേരിടുന്ന പ്രതിസന്ധി കോർപ്പറേറ്റിസത്തിൻ്റെതാണ്. മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണ് വാർത്തകൾ എഴുതി കൊടുക്കുന്നത്. വാർത്തകളുടെ സത്യസന്ധതയ്ക്ക് മുകളിൽ മുതലാളിത്തത്തിന്റെ ഇടപെടൽ വാർത്തയുടെ സുതാര്യതയെ ബാധിക്കുന്നു എന്ന ഭയാനകമായ അവസ്ഥയെ പി സായിനാഥ് അവതരിപ്പിക്കുന്നുണ്ട്. ഈ അവസ്ഥയെ സ്വതന്ത്ര പത്രപ്രവർത്തനം കൊണ്ട് മറികടക്കാൻ സാധിക്കുമെന്നും സത്യസന്ധവും സുതാര്യവുമായ വാർത്തകളുടെ അവതരണമാണ് അദ്ദേഹം ലക്ഷ്യമാക്കുന്നത്. സത്യസന്ധമായ വാർത്തകൾ ലഭിക്കുക എന്നത് ഒരാളുടെ അവകാശമാണ്. അത്തരം വാർത്തകൾ കണ്ടെത്തുകയും അവതരിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് സായിനാഥ് നൽകിയ സംഭാവന. സെറ്റാണല്ലോ. ഓക്കെ. ഹൃദയത്തിൽ കൊത്തിവലിക്കുമ്പോഴും അത് സുഖമുള്ള അനുഭവമായിരുന്നു. വിടവാങ്ങൽ പ്രസംഗത്തെ വിശ്വനാഥ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ഹൃദയത്തിൽ കൊത്തിവലിക്കുമ്പോഴും അത് സുഖമുള്ള അനുഭവമായിരുന്നു. വിടവാങ്ങൽ പ്രസംഗത്തെ വിശ്വനാഥ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാണ്? വിശ്വനാഥ് മാതൃഭൂമി സ്പോർട്സ് മാസികയിൽ എഴുതിയ സ്പോർട്സ് ഫീച്ചറാണ് വാങ്കഡെയുടെ ഹൃദയത്തുടിപ്പുകൾ. സെറ്റ്. സച്ചിന്റെ വിടവാങ്ങൽ മത്സരത്തിന്റെ വൈകാരികമായ അവതരണമാണ് ഈ ഫീച്ചർ. 2013 നവംബർ 16 വെസ്റ്റ് ഇൻഡീസ് താരം ഷാനൻ ഗബ്രിയലിന്റെ മിഡിൽ സ്റ്റംപ് മുഹമ്മദ് ഷമി തെറിപ്പിച്ചതോടെ സച്ചിന്റെ അന്താരാഷ്ട്ര കരിയർ അവസാനിച്ചു. കൂട്ടുകാർ ഇരുവശത്തുനിന്നും ക്രിക്കറ്റിന്റെ ദൈവത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി. പിന്നീടാണ് സച്ചിന്റെ വിടവാങ്ങൽ പ്രസംഗം ആരംഭിച്ചത്.
കുടുംബാംഗങ്ങൾ, പരിശീലകർ, കൂട്ടുകാർ തുടങ്ങി ആരെയും വിട്ടുപോകാതെ ദീർഘമായിരുന്നു ആ പ്രസംഗം. സച്ചിന്റെ വിരമിക്കലിന്റെ വേദന നിലനിൽക്കുമ്പോഴും സച്ചിൻ തന്റെ കരിയറിന്റെ ഒപ്പം നിന്നവരെ ഓർമ്മിക്കുന്നത് സുഖമുള്ള അനുഭവമായിരുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. കാവ്യഭാഷയുടെ സ്വഭാവത്തിലുള്ള ഈ ഭാഗത്തിന്റെ വിവരണമാണ് ഈ ഫീച്ചറിന്റെ ഏറ്റവും മനോഹരമായ വിവരണങ്ങളിലൊന്ന്. ഏത്? ഹൃദയത്തിൽ കൊത്തിവലിക്കുമ്പോഴും അത് സുഖമുള്ള ഒരനുഭവമായിരുന്നു എന്നത്. സെറ്റാണല്ലോ. പാഠഭാഗം വായിക്കുക, സമ്മറി നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് ചെയ്യുക, എഴുതി വെച്ചേക്കുക. ഓക്കെ, താങ്ക് യു.